ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിനെ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. അമേരിക്കൻ ജനതയ്ക്കും പ്രസിഡന്റ് ട്രംപിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ദൈവാനുഗ്രഹങ്ങൾ നേരുകയാണെന്നും സമാധാനത്തിലേക്കുള്ള ശ്രമങ്ങളെ നയിക്കാൻ കർത്താവ് സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നതായും ഫ്രാൻസിസ് പാപ്പ അയച്ച സന്ദേശത്തിൽ എഴുതിയിരുന്നു. ജനങ്ങൾക്കിടയിൽ സമാധാനവും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ നയിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. കുരിശുമായി 43,000 മൈൽ നടന്ന സുവിശേഷ പ്രഘോഷകൻ ആർത്തർ ബ്ലെസിറ്റ് വിടവാങ്ങി. കുരിശിന്റെ തീർത്ഥാടകൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിനായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയായിരുന്നു. 12 അടി നീളവും 45 പൗണ്ട് ഭാരവുമുള്ള കുരിശു വഹിച്ചുകൊണ്ട് ആർത്തറിന്റെ പദചലനങ്ങൾ പ്രദക്ഷിണമാക്കിയ രാജ്യങ്ങളുടെയും പ്രധാന ദ്വീപ് സമൂഹങ്ങളുടെയും അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളുടെയും എണ്ണം 324. തന്റെ മരണാനന്തര കുറിപ്പ് നേരത്തെ എഴുതിയിട്ടാണ് ആർത്തർ വിടവാങ്ങിയത്. കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ആവിലയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രസിഡന്റും സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രൂസേഡ്സ് ഓഫ് സാന്താ മരിയയുടെ ജനറൽ ഡയറക്ടറുമായ ലിഡിയ ജിമിനൈസിനെ പ്രോ എക്ലേസിയ എറ്റ് പൊന്തഫീസ് മെഡൽ സമ്മാനിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. പരിശുദ്ധ സിംഹാസനം നൽകി വരുന്ന ഈ മെഡൽ കത്തോലിക്ക സഭയ്ക്ക് അൽമായരും സമർപ്പിതരും വൈദികരും നൽകുന്ന വിശിഷ്ട സേവനത്തിനുള്ള അംഗീകാരമാണ്. 1999 മുതൽ 2016 വരെ അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള ഡിക്കാസ്റ്ററുടെ കൺസൾട്ടന്റ് ആയിരുന്നു ലിഡിയ ജിമിനൈസ്. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ ദൈവം തന്നെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് നേരിട്ട 2 കൊലപാതക ശ്രമങ്ങളെ അതിജീവിച്ചതിനെ ഡൊണാൾഡ് ട്രംപ് ദൈവത്തിന് നന്ദി പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപ് തന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ഇപ്രകാരം അനുസ്മരിച്ചത്. ജോ ബൈഡന്റെ കഴിഞ്ഞ 4 വർഷത്തെ അമേരിക്കൻ വിമോചന ദിനം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇപ്പോൾ മുതൽ അമേരിക്കയുടെ സുവർണകാലം ആരംഭിക്കുന്നുവെന്നും ഇതിനുവേണ്ടിയാണ് തന്റെ ജീവൻ സംരക്ഷിക്കപ്പെട്ടതെന്നും പ്രസംഗത്തിൽ പറഞ്ഞു. രാജ്യത്തെയും ഭരണഘടനയെയും ദൈവത്തെയും മറക്കുകയില്ല എന്നും അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉറപ്പു നൽകുകയും ചെയ്തു. ജൂബിലി വർഷത്തിന്റെ മാറ്റുകൂട്ടി സീറോ മലബാർ സഭയുടെ ഏക മിഷൻ മേജർ സെമിനാരിയായ സെന്റ് എഫ്രേം തിയോളജിക്കൽ കോളേജിൽ സ്ഥാപിതമായ സെന്റ് എപ്പോം തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയൻ സ്റ്റഡീസിന്റെ ചാൻസലറുമായ മാർ റാഫേൽ തട്ടിൽ പിതാവ് നിർവഹിച്ചു. കഴിഞ്ഞ 32 വർഷമായി പൗരോഹിത്യ പരിശീലനത്തിനായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ സീറോ മലബാർ മിഷൻ രൂപതകളിലെയും സന്യാസ സഭകളിലെയും വിദ്യാർത്ഥികൾക്ക് ദൈവശാസ്ത്രപരവും മിഷണറിപരവുമായ പരിശീലനം നൽകി വരികയായിരുന്നു. 2014 മാർച്ച് 29 സിനഡൽ മിഷൻ സെമിനാരിയായി ഉയർത്തപ്പെട്ട എഫ്രേം തിയോളജിക്കൽ കോളേജിൽ ഇപ്പോൾ 20 രൂപതകളിൽ നിന്നും വിൻസെൻഷൻ സന്യാസ സഭയിൽ നിന്നുമുള്ള 65 വൈദിക വിദ്യാർത്ഥികൾ പരിശീലനം നേടുന്നുണ്ട്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.